എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സെറോദയുടെ കൈറ്റ് എന്ന ആപ്ലിക്കേഷന്റെ പുതിയ ഫീച്ചറായ സ്ക്രീനറെ കുറിച്ചാണ്. നമ്മൾ കൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റോക്ക് ബൈ ചെയ്യണമെങ്കിൽ നമ്മൾ കമ്പനിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഔട്ട്സൈഡിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ ഇനി മുതൽ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. സെറോദയുടെ കൈറ്റ് എന്ന ആപ്ലിക്കേഷനിലെ സ്ക്രീനർ എന്ന ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പനികളെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ ഇതുവരെ സെറോദയുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ സെറോദയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡാഷ്ബോർഡ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പം പുതുതായിട്ട് ഇതിന്റെ തൊട്ടടുത്തായിട്ട് സ്ക്രീനർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ സൈഡിലായിട്ട് ഫിൽറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓരോ ഫിൽറ്റർ ചെയ്തെടുക്കാം, കമ്പനികൾ ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ കമ്പനിയും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിഫ്റ്റി 50, അല്ലെങ്കിൽ നിഫ്റ്റി 100, അല്ലെങ്കിൽ നിഫ്റ്റി F&O സ്റ്റോക്ക്, അല്ലെങ്കിൽ നിഫ്റ്റി 500 സെലക്ട് ചെയ്യാനാണ്. അപ്പൊ ഞാനിവിടെ നിഫ്റ്റി 500 ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സ്ക്രീനിലേക്ക് നിഫ്റ്റി 500-ലെ 500 കമ്പനികൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്കിപ്പോ ഒരു കമ്പനിയെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ, ഇപ്പൊ റിലയൻസ് ആണെങ്കിൽ റിലയൻസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു ആരോഗ്യ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇൻസ്ട്രുമെന്റ് എന്നുള്ള ഒരു ബോക്സ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഏത് കമ്പനി ഏത് സെക്ടറിലുള്ളതാണ്, ഏത് സെഗ്മെന്റ് ആണ്, അതുപോലെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്, അതുപോലെ ഫണ്ടമെന്റലി കുറെ ഡേറ്റാസ് നമുക്ക് പി റേഷ്യോ, അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഡേറ്റാസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ പ്രൈസ് ആൻഡ് വോളിയം, ലാസ്റ്റ് പ്രൈസ്, വോളിയം, ബൈ ക്വാണ്ടിറ്റി, സെൽ ക്വാണ്ടിറ്റി, അതുപോലെ ഗ്രോത്ത്, അതായത് ചേഞ്ചിങ് പെർസെൻറ്റേജ്, റവന്യൂ ഗ്രോത്ത് ഇയർ ഓൺ ഇയർ ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ 52 വീക്ക് ലോ, അതുപോലെ 52 വീക്ക് ഹൈ കാണാൻ സാധിക്കും. അതുപോലെ പ്രീവിയസ് ഡേയിലെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും, അതുപോലെ പ്രൈസ് ലോയും പ്രൈസ് ഹൈയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ സൈഡിൽ നമുക്ക് 3 ഡോട്ട്സ് കാണാം. ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചാർട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഓപ്ഷൻ ചെയിന്, നമുക്ക് GTT ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് അലേർട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ SIP സ്റ്റാർട്ട് ചെയ്യാനും, അതുപോലെ നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഫണ്ടമെന്റലി ഒരു കമ്പനി ലോങ് ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫണ്ടമെന്റലി ആ കമ്പനിയെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് ടെക്നിക്കൽ അനാലിസിസും ഇവിടെ പോസിബിൾ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രത്യേക കമ്പനി തന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ TCS എന്ന് വിചാരിക്കുക. നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, സെർച്ചിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ ആ കമ്പനി തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതുപോലെ നമുക്കൊരു കമ്പനിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇവിടെ മാർക്കറ്റ് ക്യാപ്പ്, കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്, പി റേഷ്യോ, റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്നുള്ള കുറച്ച് 4 പാരാമീറ്റേഴ്സ് കാണാൻ സാധിക്കും. ഈ പാരാമീറ്റേഴ്സിന് പുറമെ നമുക്ക് കമ്പനിയെ കുറിച്ച് പഠിക്കുന്നതിന് ബാക്കിയുള്ള കുറച്ച് പാരാമീറ്റേഴ്സും കൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ കോളം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സെലക്ട് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എല്ലാത്തിലും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഓരോരോ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതാണ് വേണ്ടത്. ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇത് ഫുള്ളും വേണ്ട, ഏതെങ്കിലും നമുക്ക് ഇത് വായിച്ച് നോക്കിയിട്ട് ഏതാണ് നമുക്ക് വേണം തോന്നുന്നത് അത് നമുക്ക് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെലക്ട് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ സ്ക്രീനിൽ നോക്കുവാണെങ്കിൽ, നമ്മൾ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുവാണെങ്കിൽ എല്ലാ പാരാമീറ്റേഴ്സും നമുക്കിവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഈ കമ്പനിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഈ പാരാമീറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് തന്നെ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഓരോ പാരാമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഓരോ കമ്പനി ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം മാർക്കറ്റ് ക്യാപ്പ് ലാർജ് ആണോ, മിഡ് ആണോ, സ്മോൾ ആണോ, മൈക്രോ ആണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഏത് സെക്ടറിലുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത്. ഞാനിപ്പോൾ ബാങ്കിങ് സെക്ടർ സെലക്ട് ചെയ്തു. അതുപോലെ ബാറ്ററി സെക്ടർ സെലക്ട് ചെയ്യുന്നു, സിമെന്റ്. ഇപ്പം നമുക്കിതിൽ ഏതെങ്കിലും സെക്ടർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാനുള്ള ആ ടിക്ക് നമുക്ക് മായ്ച്ചു കളഞ്ഞാൽ മതി, അത് ക്യാൻസൽ ആവുന്നതായിരിക്കും. അത് നമുക്ക് പി റേഷ്യോ സെറ്റ് ചെയ്ത് കൊടുത്തു. ശേഷം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇങ്ങോട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് എന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളൊരു പേര് കൊടുക്കുക, സേവ് കൊടുക്കുക. ഇപ്പൊ സൈഡിൽ ആ പേര് PO എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്ത പാരാമീറ്ററിന്റെ കൂടെ തന്നെ നമുക്ക് വേറെ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആഡ് ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്തതിനു ശേഷം അപ്ലൈ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തൊട്ടടുത്തായിട്ട് നമുക്ക് പ്രീസെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ പ്രൈസ് ആക്ഷന്റെ ബേസിസിലും ഫണ്ടമെന്റ്സിന്റെ ബേസിസിലും നമുക്ക് കുറച്ച് പ്രീസെറ്റുകൾ കാണാൻ സാധിക്കും. പ്രൈസ് ആക്ഷന്റെ ബേസിസിൽ ഒരു 15ഓളം പ്രീസെറ്റുകൾ നമുക്കിവിടെ കാണാം. അതുപോലെ ഫണ്ടമെന്റലിന്റെ ബേസിസിൽ നമുക്കൊരു 10ഓളം പ്രീസെറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മളിവിടെ ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പനികളെ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുപോലെ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലൂസേഴ്സ് എന്നൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് അത് ചേഞ്ച് ചെയ്ത് ഹൈ വൊളാറ്റിലിറ്റി സ്റ്റോക്ക്, അതുപോലെ തന്നെ
നിയർ 52 വീക്ക് ഹൈ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്കിവിടെ അപ്കമിങ് ഐ പി ഒസ് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, എൻഡ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ എക്കണോമിക് കലണ്ടേഴ്സ്, അതുപോലെ ഏണിംഗ് കലണ്ടേഴ്സ്, അത് ഓരോ കമ്പനിയുടെ റിസൾട്ട് വരുന്നതൊക്കെ നമുക്കിവിടെ ഡേറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇതുവരെ സെറോദയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ സെറോദയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കാനുള്ള ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന്റെ ഫലമായിട്ട് ഈ കൈറ്റിന്റെ പുതിയ ഫീച്ചറായ സ്ക്രീനർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.